കുഞ്ഞൂട്ടൻ തുടരുന്നു. പച്ചപ്പാവയ്ക്ക് ആശ്വാസമായി ആ വാക്കുകൾ. കുഞ്ഞൂട്ടാ, നീ വൈകാതെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ, തീമനുഷ്യൻ പറഞ്ഞു. പക്ഷേ അച്ഛൻ വാങ്ങിത്തന്ന പാഠപുസ്തകമില്ലാതെ ഞാൻ എങ്ങനെ ആ മുഖത്ത് നോക്കും? പുതിയതൊന്നു വാങ്ങാനാണെങ്കിൽ എൻ്റെ കയ്യിൽ പണവുമില്ല. അവൻ്റെ മുഖം വാടി. അതിനു മറുപടിയായി തീമനുഷ്യൻ തൻ്റെ മേൽക്കുപ്പായത്തിൻ്റെ കീശയിൽ നിന്നും കുറച്ച് നാണയങ്ങൾ എടുത്തു അവന് നീട്ടി. ഇതാ, നിനക്ക് പാഠപുസ്തകം വാങ്ങാനും അച്ഛൻ്റെ ദാരിദ്ര്യം മാറാനും ഇത് മതിയാവും. 5 സ്വർണ്ണ നാണയങ്ങളുണ്ട്. സൂക്ഷിച്ചു ഉപയോഗിക്കണം. ചതിക്കുഴികൾ വീണ് ഇത് നഷ്ടപ്പെടുത്തരുത്, അയാൾ ഓർമ്മിപ്പിച്ചു. സൂക്ഷിക്കാം. കുഞ്ഞൂട്ടൻ തീമനുഷ്യൻ്റെ നീണ്ട താടിയിൽ ഒരു ഉമ്മ കൊടുത്തു. തീമനുഷ്യനും പച്ചപ്പാവയും ചെമ്പവയും ചേർന്ന് കുഞ്ഞൂട്ടനെ സ്നേഹപൂർവ്വം യാത്രയച്ചു. സ്വർണ്ണ നാണയങ്ങൾ കുപ്പായ കീശയിലിട്ട് അവൻ കൊട്ടകയിൽ നിന്നും ഇറങ്ങി നടന്നു. നിറ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു തീമനുഷ്യൻ. പല കുറി തുമ്മി. അച്ചി, അച്ചി. അച്ഛനെ കാണാനുള്ള തിടുക്കമായിരുന്നു കുഞ്ഞൂട്ടന്. വിജനമായ വഴിയിലൂടെ അവൻ ദീർഘദൂരം നടന്നു. സ്വർണ്ണ നാണയങ്ങൾ ഭദ്രമാണെന്നുറപ്പാക്കാൻ അവൻ ഇടയ്ക്കിടെ കുപ്പായ കീശയിൽ കൈയമർത്തി. അവയുടെ കിലുക്കം കേട്ടു. അധികം വൈകും മുമ്പേ ഒരു കുറുക്കനും പൂച്ചയും അവനെതിരെ വന്നു. അവനെ കണ്ടതും കുറുക്കൻ ഞൊണ്ടനായും പൂച്ച കുരുടനായും അഭിനയിച്ചു. കുറുക്കനെ താങ്ങി പൂച്ചയും. കുറുക്കൻ പറഞ്ഞ വഴിയിലൂടെ നടന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കള്ളലക്ഷണം ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ രണ്ടാളും നിന്നു. കുറുക്കൻ പുരികത്തിന് മേൽ കൈത്തലം വെച്ചു അവനെ വിശദമായി നോക്കി ചോദിച്ചു, കുഞ്ഞൂട്ടനല്ലേ ഇത്? അവൻ അത്ഭുതത്തോടെ മറുചോദ്യമറിഞ്ഞു. അതെയല്ലോ, പക്ഷെ നിങ്ങൾക്കെങ്ങനെ എൻ്റെ പേരറിയാം? അതൊക്കെ അറിയാം. ഞങ്ങൾ നിന്റെ ചങ്ങാതിമാരല്ലേ. നിന്നെ മാത്രമല്ല, നിന്റെ അച്ഛനെ ഞങ്ങൾ അറിയും, കുറുക്കൻ പറഞ്ഞു. മഞ്ഞമുടിയൻ മുത്തച്ഛനെ ഞങ്ങളിപ്പോൾ കണ്ടതേയുള്ളൂ. പാവം, ഒരു രോമക്കുപ്പായം പോലും ഇല്ലാതെ തണുത്തു വിറച്ചിരിക്കുകയാണ് അദ്ദേഹം, കുറുക്കൻ തുടർന്നു. അത് കുഞ്ഞൂട്ടനെ സങ്കടപ്പെടുത്തി. തനിക്ക് പാഠപുസ്തകം വാങ്ങാൻ വേണ്ടിയല്ലേ അച്ഛൻ്റെ കുപ്പായം വിറ്റത്? അവൻ നെഞ്ചുയർത്തി അവരോട് പറഞ്ഞു. ചങ്ങാതിമാരെ, അച്ഛൻ്റെ കഷ്ടപ്പാടൊക്കെ ഉടനെ തീരാൻ പോണു. ഭാഗ്യവശാൽ ഞാൻ ഇന്നൊരു ദരിദ്രനല്ല. അച്ഛന് പുതിയൊരു രോമക്കുപ്പായം വാങ്ങിക്കൊടുക്കാനൊക്കെ ഇന്നെനിക്കാവും. അത് ഇങ്ങനെ പള്ളിക്കൂടത്തിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത നിനക്ക് ആരെങ്കിലും ജോലിയും കൂലിയും തരുമോ? പൂച്ച കോട്ടുവായിട്ടു. ഇത് കേട്ടോ, എൻ്റെ കുപ്പായ കീശയിൽ ഇപ്പോൾ 5 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അത് ശരിയായ വിധത്തിൽ ചെലവഴിച്ച് സുഖമായി ജീവിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അച്ഛന് സ്വർണ്ണക്കരയുള്ള രോമക്കുപ്പായം വാങ്ങണം. എനിക്ക് പള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിക്കണം. അതിനൊക്കെ ഈ പണം തികയും. അവൻ കീശ കിലുക്കി സ്വർണ്ണ നാണയത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു. ആ കിലുക്കം കേട്ടതും കുറുക്കൻ്റെയും പൂച്ചയുടെയും കണ്ണ് മഞ്ഞളിച്ചു. ആ അന്താളിപ്പിൽ കുറുക്കൻ കാലുകുത്തിയും പൂച്ച കണ്ണു തുറന്നും പോയി. അബദ്ധം മനസ്സിലാക്കിയ അവർ അതവൻ്റെ ശ്രദ്ധയിൽ വരും മുമ്പേ വീണ്ടും അഭിനയം തുടങ്ങി. ആ സ്വർണ്ണ നാണയം എങ്ങനെയും കുഞ്ഞുകുട്ടൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കണമെന്ന് അവർ നിശ്ചയിച്ചു.